മമ്മി വിളിക്കുന്നു. മമ്മി വിളിക്കുന്നു. ഹലോ ഹലോ മമ്മി. മമ്മി ഞാനിത് എന്റെ ബെസ്റ്റിയുടെ കൂടെ ഉള്ളത്. മമ്മി ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഒരു ആഴ്ചക്ക് ശേഷം വീഡിയോ വരത്തുള്ളൂ എന്നുള്ളത്. എത്ര പറഞ്ഞ മമ്മിക്ക് മനസ്സിലാവുന്ന വെച്ചാ എന്താ ബേബി എന്താ പ്രോബ്ലം എന്താണ്? ഈ മമ്മിക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. മമ്മി ഡാർക്ക് സീൻ ആക്കാണ്. രാവിലെ തന്നെ ഷോ പഠിപ്പിക്കല്ലേ ബേബി. എന്താ മമ്മി പറയുന്നേ? മമ്മി പറയുന്നു നമ്മുടെ അടുത്ത് മാരേജ് ചെയ്യാൻ വേണ്ടി. ഓ മൈ ഗോഡ്, മമ്മിയുടെ അടുത്ത് പറയത്ത മാരേജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിന്റെ ബെസ്റ്റ് ആണെന്ന് പറയത്ത. എന്താ ബേബി? ഓൾറെഡി ഞാൻ പറഞ്ഞു ബേബി, പക്ഷെ മമ്മിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതവരുടെ ജനറേഷന്റെ കുഴപ്പമാണ് ബേബി. രണ്ടാണും പെണ്ണും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാരേജ്. അല്ലെങ്കിൽ തന്നെ അവർക്ക് നമ്മൾ എന്ത് തെറ്റാണ് ബേബി അവരുടെ മുമ്പിൽ വെച്ച് ചെയ്തത്? ഞാനും ബേബിയും കൂടെ 2 മണിക്കൂർ റൂം അടച്ചിരുന്നതാണോ ബേബി നമ്മൾ ചെയ്ത തെറ്റ്? അതോ ഞാൻ ബേബി ഒന്ന് കിസ് ചെയ്തതാണോ ബേബി തെറ്റ്? ബേബി കിസ് ചെയ്യുന്ന കുറിച്ച് തെറ്റാണോ? ആസ് യൂഷ്വൽ ബെസ്റ്റ് അല്ലേ ബേബി? കിസ് ചെയ്തൂടെ ബേബി? ബേബി ബേബി എന്റെ മൂഡ് പോകുന്ന ഒരു കാര്യം ബേബി ചെയ്തു. എന്ത് ബേബി? എന്റെ ഫോട്ടോക്ക് ബേബി കൊളാബ് ചെയ്യാത്തത്. നോ ബേബി, ഞാൻ മറന്നു പോയി. ബേബി ഇപ്പൊ കൊളാബ് ചെയ്യണം ബേബി. ഞാൻ മൈൻഡ് സെറ്റ് അല്ല, ഞാൻ വീട്ടിൽ ചെയ്തോളാം. നോ ബേബി, ബേബി ഇപ്പൊ കൊളാബ് ചെയ്യണം ബേബി. ഞാൻ ചെയ്തോളാം, വീട്ടിൽ ചെയ്തോളാം ബേബി. നോ ബേബി, എന്റെ മൈൻഡ് ഔട്ട് ആയിരിക്കണം ബേബി. നീ ഇപ്പൊ കൊളാബ് ചെയ്യണം മനസ്സിലാകുന്നില്ല ബേബി. ബേബി ഇപ്പൊ കൊളാബ് ചെയ്യണം ബേബി. കം ഓൺ ബേബി, കം ഓൺ ബേബി, ബേബി കം ഓൺ ബേബി, കം ഓൺ ബേബി, ബേബി. എടാ നിന്റെ കൈ നൊന്തോടാ ബേബി. നീ ഓക്കേ അല്ലേടാ? ബേബി ഓക്കേ അല്ലേ? ഓക്കേ ബേബി. ബേബി കൊളാബ് ചെയ്യ് ബേബി. ബേബി ഞാൻ വീട്ടിൽ കൊളാബ് ചെയ്തോളാം. ബേബി ഇപ്പൊ തന്നെ കൊളാബ് ചെയ്യണം ബേബി. അങ്കിൾസ് അത് ഇവൻ എന്നോട് കൊളാബ് ചെയ്യാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരു മൂഡില്ല കൊളാബ് ചെയ്യാൻ. ഗ്രാമപ്രദേശത്ത് നീ കൊളാബ് എന്താ സംഭവം? പണ്ട് നിന്റെ പകൽ അതിന് ചാന്തയായിട്ട് മറ്റേ തൊഴുത്തി കിടന്നുണ്ട് കൊളാബ് നാട്ടിലെ പോക്കി കെട്ടിച്ച് കൊളാബ് ശാന്തയായിട്ട് ഞാൻ കൊളാബ് ചെയ്തേ അല്ല. ശാന്ത ഞാൻ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നില്ലേ? അന്തസ്സായിട്ട് ജീവിച്ചു. ഇവനെ മനസ്സിലായവന് ആ സുഭാഷിന്റെ ഇളയ ചെറുക്കനാണ്. അച്ഛനറിയാം ഇല്ല. അവന്റെ അച്ഛൻ സുഭാഷ് മുട്ടാൻ കൊളാബാണ്. പക്ഷെ അവര് കുറച്ച് ഒളിമറയൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ തന്തയ്ക്ക് മുമ്പേ പറഞ്ഞ പയ്യല് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്കിൾസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം അല്ല കൊളാബ്. കൊളാബ് വെച്ച് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നില്ലേ നമ്മൾ വീഡിയോസ് ഫോട്ടോസ്, അതാണ് കൊളാബ്. ബേബി ഇവരടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് ഓൾറെഡി തന്ത വൈബ് അടിച്ചിരിക്കുന്ന ടീമിലാണ്. തന്തയ്ക്ക് വിളിച്ചളിയാ. തന്തയ്ക്ക് മാത്രല്ലേ തന്ത വൈഫ്, അതായത് അമ്മയ്ക്കുമായി. അമ്മയ്ക്കും പറഞ്ഞ ഓൾഡർ ജനറേഷന്റെ ഒരു കാര്യം ഞാൻ അമ്മയ്ക്ക് പറഞ്ഞതല്ല. നിങ്ങളെ പോലെയുള്ളവരെ നമ്മൾ ന്യൂജൻ വിളിക്കുന്നതാണ് തന്ത വൈബ്. ഞങ്ങളുടെ പല വാക്കുകളും നിങ്ങൾക്ക് അറിയാൻ മേലഞ്ഞിട്ടാണ്. ഓ അവര് ന്യൂജൻ, നമ്മൾ ഓൾഡ് ജൻ. നീ വന്നേ കുഞ്ഞാ, ഞാൻ ചോദിക്കട്ടെ, ഈ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മോളെ ഇവൻ കല്യാണം കഴിക്കുമോ? എന്ത്? ഞാൻ ഇവിടെ കല്യാണം കഴിക്കാനോ? അയ്യോ ബെസ്റ്റിയെ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ ഇവിടെ ബെസ്റ്റിയാണ്. ബെസ്റ്റ് എന്ന് വെച്ചാ? ബെസ്റ്റി എന്ന് വെച്ചാൽ അറിയില്ല. മേലെ ലവർക്ക് കീഴെ. ഞങ്ങൾക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല? അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പഴയ പല വാക്കുകളും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ജനറേഷന്റെ കുഴപ്പമാണ്. നിങ്ങൾക്ക് ലിവിൻ ടുഗദർ എന്താണെന്ന് അറിയാമോ? ലിവിൻ ടുഗദർ എന്താണെന്ന് അറിയത്തില്ല. അതാണ് ന്യൂജൻ വാക്ക്. ലിവിൻ ടുഗദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടം തീർന്നവരെ നമ്മളോട് ജീവിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഡിവേഴ്സ് ചെയ്യാം. അതാണ് ലിവിൻ ടുഗദർ. ലിവിൻ ടുഗദർ. എടാ ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പേരതല്ല. ചിന്ന വീട് സെറ്റപ്പ്. നമുക്ക് ചില്ല് ചെയ്യാം ബേബി. നമുക്ക് പിള്ളേര് നൂതനാണല്ലേ. പണിക്ക് പോകും. റബ്ബറിന് ചില്ലടിക്കാൻ പോവാ. റബ്ബറിന്റെ ചില്ലടിക്കാൻ പോവില്ല. ഈ തന്ത ബേബി സെറ്റപ്പിന്റെ അയ്യോ റബ്ബറിന്റെ ചില്ലടിക്കാൻ പോകുന്നില്ല. നമ്മൾ അടിച്ചു വിളിക്കില്ലേ, അതിനാണ് നമ്മൾ പറയുന്നത് ഈ ചില്ല് ചെയ്യാൻ പോകും. അടിച്ചു വിളിക്കാൻ പോണ് മക്കളെ. അടിച്ചു വിളിക്കാൻ പോകാനായിട്ട് എത്ര രൂപ നേക്കാവും? നമുക്ക് പെർ ഡേ 10,000 above. മക്കളുടെ കാര്യം അത്രയും പൈസ ആവല്ല. അത്രയും പൈസ കൂട്ടി വെച്ചിട്ട് നമ്മൾ അവിടുത്തെ ഒരു അമ്മണിയുണ്ട് ദോശക്കാരി. അമ്മയുടെ അത്തച്ചിട്ട് ചേരി. എന്നാലും ഒരു വീട്ടിൽ നിന്ന് കയറേണ്ട പെണ്ണല്ലേ. ആ സമയം നിനക്കൊരു മോതിരം 5 കൈയിടാം. ഈ തന്തവേബിന്റെ ഫസ്റ്റ് സാധനമാണ് ഈ സേവിയല്. നമ്മൾ സേവ് ചെയ്യേണ്ട കാര്യമില്ല. നാളെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ചില്ല് ചെയ്യാം, മാക്സിമം ചില്ല് ചെയ്യാം. പൊന്നുമോനെ ഞങ്ങള് ചില്ല് ചെയ്ത പോലെ നീയൊന്നും ചില്ല് ചെയ്തിട്ടില്ല. അല്ലല്ല, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചില്ല് ചെയ്തിട്ടില്ല. അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് നമ്മളെ കാണുമ്പോൾ ഉള്ള ഈ സ്ക്രാച്ചിങ്. നീ തലപ്പന്ത് കളിച്ചിട്ടുണ്ടോ? നീ വെട്ടുപന്ത് കളിച്ചിട്ടുണ്ടോ? നീ ക്ലിപ്പാസ് കളിച്ചിട്ടുണ്ടോ? നീ അമ്പലക്കുളത്തിൽ നീന്തി കുളിച്ചിട്ടുണ്ടോ? അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പബ്ജി കളിച്ചിട്ടുണ്ടോ? ലുഡോ കളിച്ചിട്ടുണ്ടോ? ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ടോ? അളിയാ ഇവര് കളിച്ചിട്ടുണ്ട് പുതിയ കളി. മൊബൈലില് വീടിനകത്ത് ഒരു മൂലക്കിരുന്ന് കളിക്കും. ഇവര് ശരീരം അനങ്ങുന്നുണ്ടോ? നമ്മള് ശരീരം അനങ്ങല്ലേ കളിക്കുന്നത്. അളിയാ വലത്തെ കൈ കൊണ്ട് ചോറുണ്ണുമ്പോഴും ഇടത്തെ കൈ മൊബൈലാ. നമ്മളെ ഇടത്തെ കൈ വേറെ പല കാര്യത്തിനും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണ്ടി ഇപ്പൊ ഉള്ള തലമുറയ്ക്കൊക്കെ 30 വയസ്സ് കഴിഞ്ഞ ഉടനെ പ്രഷറ്, കൊളസ്ട്രോള്, ഷുഗർ
അതൊക്കെ രോഷം കൊള്ളല്ലേ നിന്റെ കൊളസ്ട്രോൾ അളവും ബേബി നീ കണ്ടോ നമ്മളെ ന്യൂജനെ കുറ്റം പറഞ്ഞിട്ടെ രണ്ടുപേരും കാലിൽ ടാറ്റു അടിച്ചിരിക്കുന്നു. ടാറ്റോ? അതും പാമ്പ് ഇണചേരുന്ന ടാറ്റു. പാമ്പ് ഇണചേരുന്ന ടാറ്റോ നോക്കട്ടെ. അയ്യോ അത് ബേബി പാമ്പ് ഇണചേരുന്ന ടാറ്റു അല്ല, അത് വെരിക്കോസ് വെയിൻ പെണഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ പാമ്പ് ഇണചേരുന്ന ടാറ്റു അല്ല. നിങ്ങൾ എന്തിനാണ് ശരിക്കും ന്യൂജൻ ഞങ്ങളെ ഓൾജനെ കളിയാക്കണം? അത് പറ. നിങ്ങളുടെ ഉപദേശം, നിങ്ങളുടെ ഒടുക്കാത്ത ഉപദേശം. മോനെ അങ്ങനൊക്കെ പറയരുതേ. അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോളെ അനുഭവിക്കേണ്ടി വരും. ഉപദേശം നമ്പർ 1. പറഞ്ഞിട്ട് കാര്യമുള്ള ഈ അനുഭവം വരുമ്പോ ഇവരൊക്കെ പഠിക്കുള്ളൂ. ഉപദേശം നമ്പർ 2. വരാനുള്ള വഴി തങ്ങത്തില്ലേ. ഉപദേശം നമ്പർ 3. നമ്മൾ ആരെങ്കിലും ഒരാൾ റോഡിൽ കൂടെ നടന്നു തറ വീണ് കഴിഞ്ഞാൽ 10 ഒരുവരെ സഹായിക്കാൻ വേണ്ടി അറിയാം. നിന്റെയൊക്കെ ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള അല്ലെങ്കിൽ 10 ഇവിടെ അപ്പുറത്തുള്ള അയൽക്കാർ നിനക്ക് അറിയാടാ. അറിയാം, പറ. നിങ്ങൾക്ക് നിങ്ങൾ അയൽക്കാരല്ലേ അറിയത്തുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് പല രാജ്യത്തെ ആളുകളെ അറിയാം, അത് ഫേസ്ബുക്ക് വഴി. പൊന്നു മോനെ എവിടെയെങ്കിലും വീണ് കിടന്നു കഴിഞ്ഞാൽ ഈ പല രാജ്യത്തുള്ളവർ വരത്തില്ല. അയൽവക്കത്തെ ആളുകൾ ആദ്യം ഓടി വരാനായിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ വരുന്നവരും പോകുന്നവരും നിനക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? അയ്യോ അതിന് നമ്മൾ ഇറങ്ങി സംസാരിക്കണമെന്നില്ല. CCTV നോക്കിയപ്പോ നമുക്ക് പോവാം ബേബി. നമ്മളെ വിഷമൊന്നും ഇവർക്ക് അറിഞ്ഞോളിയാ. ഇവര് വായില് സ്വർണ്ണക്കാരനായിട്ട് ജനിച്ചവരാ, സുഖ ലോലുമായിട്ട് ജനിച്ചവരാ അല്ലേ? അതൊക്കെ നമ്മുടെ ബാല്യകാലം. ബേബി ഇപ്പൊ തന്നെ അവിടെ നിന്ന് ഒരു സെന്റ് വരെ. ഓ, എങ്ങനെ മനസ്സിലായി? ഈ തന്ത വേബിന്റെ മെയിൻ ലക്ഷണമാണ് കവളിട്ടാട്ടി ഈ സെന്റി. അതൊക്കെ ഞങ്ങളുടെ ബാല്യകാലം. മോൾ ഓർക്കണം, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. മണ്ണെണ്ണ വിളക്കിന്റെ ചോട്ടിലിരുന്നാ ഞങ്ങളൊക്കെ പഠിച്ചത്. പൊത്ത നിൽക്കുന്നുണ്ടോ സ്കൂളിൽ പഠിക്കാൻ പോയിരുന്നത് അറിയാം. ഓലപ്പെരയായിരുന്നു. മഴ വരുമ്പോ വിട്ടു ചോരും. കറിച്ചട്ടി വരെ നെഞ്ചത്ത് വെച്ചോളാം ഞങ്ങൾ കിടന്നുറങ്ങിയത് അറിയാം. നിനക്കൊക്കെ അറിയാമോ ന്യൂജന്? നിന്റെയൊക്കെ ഈ കാലത്ത് റീയൂണിയൻ സംഘടിപ്പിക്കുന്നുണ്ടാ? ഉണ്ടാ? എന്തിനാ അത്? പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ. പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ. അളിയാ, ഈ റീയൂണിയൻ നടക്കുന്ന സ്ഥലത്ത് പോയിട്ടില്ലേ സ്കൂളില്? അവിടെ ഫ്രണ്ട് കണ്ടിട്ടുണ്ടാ? പഴയ സിനിമയുടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് നാരങ്ങ മുട്ടായി മറ്റേ മാങ്ങ എല്ലാം കുപ്പി ഒട്ടിച്ചിട്ടുണ്ട്. എന്തിനാ? ഈ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി. അവർ നമ്മുടെ കാലം ഓർത്തെടുക്കല്ലേ? എടുക്കുക. എന്നിട്ട് നമ്മളെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. അങ്കിൾ, ഇതിന് മാത്രമല്ല ഞങ്ങൾ റീയൂണിയൻ സംഘടിപ്പിക്കുന്നത്. പല കുടുംബങ്ങളെ പൊളിക്കാനും പല കുടുംബങ്ങളെ കൂട്ടി യോജിപ്പിക്കാനും. അതാണ് ന്യൂ ജനറേഷൻ. ബേബി നമുക്ക് ഇവിടെ നിൽക്കണം, നമുക്ക് പോവാം ബേബി. കമാൺ ബേബി. പോവാൻ പറ്റുന്നില്ലേ? നമ്മളെ തോപ്പച്ച് നീക്ക പോയാ മതി. അറിയാമോ, 10ാം ക്ലാസ് പാസ്സാകണം ഒരു സൈക്കിൾ കിട്ടണമെങ്കിൽ. ആണോ? അപ്പൊ നിങ്ങൾക്ക് സൈക്കിൾ എത്ര സൈക്കിൾ കിട്ടി? എനിക്ക് സൈക്കിൾ ഇല്ല. അവൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. അപ്പൊ മാമൻ എത്ര സൈക്കിൾ? 8ലെ തോറ്റില്ല. ആണല്ലേ? നമുക്ക് ഇവിടെ നിൽക്കണ്ട ബേബി, നമുക്ക് ചില്ല് ചെയ്യാൻ പോവാം. ഇങ്ങോട്ട് പോടാ ന്യൂജൻ, ഇങ്ങോട്ട് പോവല്ലേ. നമ്മളെ തോപ്പച്ചിട്ട് പോ. അതെല്ലാം പോട്ട് നീ മലയാള സിനിമ ഇട്. മലയാള സിനിമ. എനിക്ക് പൈസ ഇല്ല, ക്യാമറ ഇല്ല. നിങ്ങൾ എടുത്തോ മലയാള സിനിമ. മലയാള സിനിമ ഇട്. നീ ന്യൂജനും ഓടി എന്ന് പറഞ്ഞ് നമ്മൾ തർക്കിക്കല്ലേ? മലയാള സിനിമയിലെ നിനക്കറിയാവോ നസീർ സാറ്, സത്യം മാഷ്, ചെമ്മീനിലെ പളനി അറിയാവോ നിനക്ക്? ചെമ്മീനല്ലോ പളനി, തമിഴ്നാട്ടിലെ പളനി. എന്താണ് ക്കുന്നത്? ഇവിടെ നമ്മുടെ കാലത്തുള്ള സൂപ്പർ സ്റ്റാറാണ് മമ്മൂട്ടി, മോഹൻലാലും. അവരിപ്പോഴും ന്യൂജൻ കാലത്തും സൂപ്പർ സ്റ്റാർ നിൽക്കുന്നില്ലേ? അയ്യോ അവര് നിന്നോട്ടെ, പക്ഷെ നമ്മൾ ന്യൂജൻ സിനിമ ഹിറ്റ് ആയില്ലേ ബേബി? പറഞ്ഞുകൂടെ ബേബി? എത്ര സിനിമകൾ? എക്സാമ്പിൾ പറയാൻ നമ്മളെ പ്രേമല്ലു 250 കോടിയല്ലേ കടന്നത്. ന്യൂജൻ ഫിലിം 150 ഇങ്ങനെ കയറി കടന്ന്. എടാ നീക്കൊരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രേമലു സിനിമയ്ക്കകത്ത് നമ്മുടെ ഒരു പാട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മുടെ കാലത്തുള്ള പാട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ പാട്ടോ? ഏത് പാട്ട്? ഏത് പാട്ടെന്നാ? ഓ രാധികേ നീ കണ്ടു. ആ പാട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അറിയാം. അതുപോലെ വേറെ ഉണ്ട്. ശശികല ചാർത്തിയ ദീപാവലയം നമ്മുടെ കാലത്തുള്ള പാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇവരടുത്ത് നിന്ന് സംസാരിച്ച് ശരിയാ. നമുക്ക് ചില്ല് ചെയ്യാൻ പോവാം. ഒന്നും വേണ്ട. വേറെ കാര്യം ഞാൻ ചോദിട്ടെ, ഞങ്ങളുടെ കാലത്തുള്ള ലെജൻഡുകൾ നിങ്ങളുടെ കാലത്തുണ്ടായിരുന്നോടാ? എടാ സച്ചിൻ തെണ്ടുൽക്കർ, യേശുദാസ്, അബ്ദുൽ കലാം സാറ്, ഇതൊക്കെ ഞങ്ങളുടെ കാലത്തുള്ള ലെജൻഡുകളായിരുന്നു. ഇപ്പോഴും ഉണ്ട് ലെജൻസ്. ഉണ്ട്. ആറാട്ടെണ്ണ അരഞ്ചസ് പെരേര റിവ്യൂ ആണ് അശ്വന്ത് കോക്ക്. എടാ ഈ അശ്വന്ത് കോക്ക് പറയുന്ന റിവ്യൂ ഇട്ടല്ലേ നീക്ക മനസ്സിൽ കാണാൻ പോണോ വേണ്ട തന്നെ തീരുമാനിക്കുന്നത്. നാണോ ഇല്ലേടാ ഇതൊക്കെ? ബേബി നമ്മൾ ഇവിടെ നമുക്ക് തന്ത വേബി അടിക്കും. ഇപ്പോഴേ എനിക്കൊരു ബീഡി നാറ്റവും മുട്ടുവേനുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കണ്ട. തന്ത വേബി അടിക്കും ബേബി. പോവാം ബേബി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കും. പ്രകൃതി നിയമമാണ് അല്ലേ? ആ ബേബി ഇപ്പൊ മനസ്സിലായോ? തന്ത വൈബിന്റെ ലാസ്റ്റ് ലക്ഷണമാണ്. എന്തെങ്കിലും പറയാൻ ഉത്തരം കിട്ടാതാവുമ്പോ അപ്പൊ തന്നെ മെസ്സേജ് അടിക്കുക. നിങ്ങൾ എന്താ പറഞ്ഞത്? അതായത് ഈ പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കും. പക്ഷെ ഈ പച്ചപ്ലാവില ഒരു കാലത്ത് പഴുത്ത പ്ലാവില ആകും. അത് ഓർത്തോണം. അല്ല നിങ്ങൾ മനുഷ്യന് മനസ്സിലാവുന്ന രീതി പറയും. പ്ലം പ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നിങ്ങൾ അടുത്ത പുതിയ തലമുറ ഉണ്ടല്ലോ, അവര് വരുമ്പോ അവര് പച്ചപ്ലാവിലയാവും. അപ്പൊ നിങ്ങൾ പഴുത്ത പ്ലാവിലയാവും. അപ്പൊ അന്ന് അവര് നിങ്ങളെ മുഖത്തോക്കി വിളിക്കും, എടാ തന്ത വൈബേന്ന്. അന്നേ നമ്മുടെ വയസ്സന്മാരെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഓ ബേബി, നമ്മുടെ പച്ചപ്ലാവിന് പഴുക്കാൻ ടൈമായി. പഴുക്കാൻ ഞാൻ സമ്മതിക്കില്ല ബേബി. എനിക്ക് തന്ത വൈബ് അടിക്കണ്ട ബേബി. വാ ബേബി നമുക്ക് പോവാം ബേബി. വാ ബേബി, കമാൻ ബേബി, കമാൻ ബേബി. ജീവിതം ചിന്തിക്കാൻ പോകട്ടോ.
അവരടിച്ചു വിളിക്കാൻ പോവാ. ഓക്കെ ബേബി പോവാം ബേബി കമാൻ ബേബി ഹലോ തങ്കമേ ഓ ഓ ഓ അവര് പോയ പോക്കുണ്ട് അളിയാ. ആ പോക്കാ. അളിയാ ആ. അവര് ജീവിതം അടിച്ചു വിളിക്കാൻ പോയി. നമുക്ക് എന്തെങ്കിലും ഒന്ന് അടിച്ചു വിളിക്കണ്ടേ? ആ കയ്യില് പൈസ വല്ല ഇരിപ്പുണ്ടോ? അളിയ 500 രൂപയുള്ളൂ, വീട്ടിൽ കൊടുക്കാനുള്ളതാണ്, പറ്റൂല അളിയ. ഓ നിന്ന് തന്തമായി പഠിച്ച് ശോകം പറയാതളിയാ. അതിങ്ങ് എടുക്ക്, ബിവറേജിൽ പോകുന്നു, ഒരു അരി എടുക്കുന്നു, നമ്മൾ രണ്ടുപേരും ഒന്ന് അടിച്ച് പൊളിക്കുന്നു, ചില്ല് ചെയ്യുന്നു. ഇത് അടിച്ച് പൊളിക്കാ.